ചില വിഭവങ്ങൾ വെറും ഭക്ഷണമല്ല, അത് ഓർമ്മകളാണ്. ഇത് കാണുമ്പോൾ തോന്നും ഓ കടലക്കറി, ബട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം, നല്ല ടേസ്റ്റാണ്. കുക്കറിലോട്ട് കടല തലേന്ന് രാത്രി വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച ആ വെള്ളത്തോടു കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 2 സവാള, തക്കാളി അതുപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ സീഡ് കളഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും സ്പൈസ് ഇച്ചിരി കുറവ് മതി, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയോടിട്ട് ആവശ്യത്തിന് ഉപ്പൂടിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. കറുത്ത കടലയുടെ പാകം എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വിസിൽ ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ, അല്പം ജീരകം, അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. കുക്കർ തുറന്ന് കടല വെന്തോന്ന് നോക്കിയതിന് ശേഷം ഈ അരപ്പ് അതിനകത്തോട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കടുക് വറുക്കാനായിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് കടുകിട്ട് അല്പം കറിവേപ്പില, ചുമന്നുള്ളി അരിഞ്ഞതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് തിളച്ച കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. ഗ്യാസ് ഓഫാക്കി അല്പം കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം.